ജയ് മാതാ. ചരണം ശരണം രമാംബികേ, ചരണം ശരണം ത്രയംബകേ. ഈ പ്രപഞ്ചവും അതിലെ സമസ്ത ജീവജാലങ്ങളും ആദിപരാശക്തിയായ അമ്മയുടെ ലീലാവിലാസങ്ങളാണ്. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിക്കും സ്ഥിതിക്കും സംഹാരത്തിനും കാരണഭൂതയായ ആ മഹാമായയുടെ കാരുണ്യത്താൽ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ പുണ്യമാണ് ഈ മനുഷ്യജന്മം. ജീവിതത്തെ കേവലം ലൗകികമായൊരു യാത്രയായി കാണാതെ പരാശക്തിയായ അമ്മയുടെ പരമമായ അനുഗ്രഹമായി ദർശിക്കുമ്പോൾ അതിന് ആത്മീയമായ ഉണർവും ശാശ്വതമായ അർത്ഥവും കൈവരുന്നു. അതിന് നമുക്ക് അമ്മയോട് കൃതജ്ഞത പ്രകടിപ്പിക്കേണ്ടതുണ്ട്. പ്രപഞ്ചത്തിൻ്റെ മൂലകാരണമായ പ്രകൃതി സ്വരൂപിണിയാണ് ആദിപരാശക്തി. നമ്മുടെ ഉള്ളിലെ ചൈതന്യവും ശ്വാസവും ആ അമ്മയുടെ ശക്തി വിശേഷമാണ്. ജീവജാലങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ മണ്ണും വിണ്ണും പ്രകാശവും ജലവും എല്ലാം നൽകി അമ്മ നമ്മെ നിരന്തരം പരിപാലിക്കുന്നു. ആ അമ്മ ഒരു രൂപമെടുത്ത് നമ്മുടെ മുന്നിൽ പ്രകാശിച്ചത് നമ്മൾക്കെല്ലാവർക്കും അമ്മ തന്ന വലിയൊരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തിന് നമ്മളെന്നും അമ്മയോട് കടപ്പെട്ടവരായി തീർന്നിരിക്കുന്നു. നമ്മളെന്നും അമ്മയോട് ആ ഒരു അനുഗ്രഹത്തിന് മാത്രം എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. നമ്മെ ഈ ഭൂമിയിലേക്ക് അയച്ചതും ഒരു കുഞ്ഞെന്ന പോലെ പ്രപഞ്ചത്തിൻ്റെ മടിത്തട്ടിലിരുത്തി പോറ്റുന്നതും ആ അമ്മയുടെ വാത്സല്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോ ശ്വാസവും ആ പാദങ്ങളിൽ സമർപ്പിക്കപ്പെടേണ്ട നന്ദി സൂചകങ്ങളാണ്. ജീവിതമാകുന്ന കടലിൽ പ്രതിസന്ധികളാകുന്ന കാറ്റും കോളും ഉയരുമ്പോൾ തളർന്നു പോകാതെ നമ്മെ കാത്തുരക്ഷിക്കുന്നത് അമ്മയുടെ അഭയഹസ്തമാണ്. ദുർഗയായി ദുരിതങ്ങളെ അകറ്റിയും കാളിയായി തിന്മകളെ ഒടുക്കിയും അമ്മ തൻ്റെ ഭക്തർക്ക് കാവലൊരുക്കുന്നു. ഭയവും നിരാശയും നമ്മെ പിടികൂടുമ്പോൾ ഞാനുണ്ട് കൂടെ എന്ന അഭയമാകുന്ന ആത്മീയ ശക്തിയാണ് ആ മാതൃസാന്നിധ്യം. അമ്മയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ ഏതൊരു കഠിന പാതയും സുഗമമായി മാറും എന്ന വിശ്വാസമാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ കരുത്ത്. നന്മയും തിന്മയും തിരിച്ചറിയുവാനുള്ള വിവേകം നൽകി അജ്ഞതയുടെ ഇരുളിൽ നിന്ന് ജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിലേക്ക് നമ്മെ നയിക്കുന്നത് അമ്മയാണ്. സരസ്വതി രൂപത്തിൽ ബുദ്ധിയും വിദ്യയും നൽകിയും ലക്ഷ്മി രൂപത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും ചൊരിഞ്ഞും അമ്മ നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുന്നു. ജീവിതത്തിൽ നാം കൈവരിക്കുന്ന സത്ചിന്തകളും ചെയ്യുന്ന സത്പ്രവർത്തികളും ആ മഹാമായ നമ്മുടെ ഉള്ളിലിരുന്ന് നയിക്കുന്നതിൻ്റെ പ്രതിഫലനങ്ങൾ മാത്രമാണ്. ജീവിതത്തെ പരാശക്തിയുടെ പ്രസാദമായി കാണുമ്പോൾ നമ്മുടെ മനസ്സ് അഹംഭാവങ്ങളിൽ നിന്ന് മുക്തമാകുന്നു. വിജയങ്ങളിൽ അഹങ്കരിക്കാതിരിക്കാനും പരാജയങ്ങളിൽ തളരാതിരിക്കാനുമുള്ള സമചിത്തത ഈ ചിന്ത സമ്മാനിക്കുന്നു. ജീവിതത്തിലെ ഓരോ നിമിഷവും അമ്മയുടെ അനുഗ്രഹമാണെന്ന തിരിച്ചറിവ് നമ്മിൽ അചഞ്ചലമായ ഭക്തിയും പോസിറ്റീവായ ഊർജവും നിറയ്ക്കും. പരാതികൾക്ക് സ്ഥാനമില്ലാതെ പൂർണ്ണമായ സമർപ്പണത്തിൻ്റെ അവസ്ഥയിലേക്ക് ഇത് മനസ്സിനെ നയിക്കുന്നു. അമ്മ തന്ന ആ മഹാമന്ത്രം നമ്മയെല്ലാം ആ അമ്മയുടെ പാദത്തിൽ ശരണാഗതി അടയാൻ അനുഗ്രഹിക്കുന്നു. അമ്മ തന്ന ആ മഹാമന്ത്രത്തിന് നമുക്ക് അമ്മയോട് എന്നും കൃതജ്ഞരായിരിക്കാം, എന്നും അമ്മയോട് നന്ദിയുള്ളവരായിരിക്കാം. ആദിപരാശക്തിയുടെ സങ്കല്പത്തിൽ വിരിയുന്ന ഒരു കൊച്ചു പുഷ്പം മാത്രമാണ് നമ്മുടെ ജീവിതം എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ആ അമ്മയുടെ കാരുണ്യം കൊണ്ടാണ് നാം ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ജീവിക്കുന്നതും. ജഗദംബയായി നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ആ രമാദേവി അമ്മയുടെ അനുഗ്രഹമായി ലഭിച്ച ഈ ജീവിതത്തെ ധന്യമാക്കാൻ മറ്റുള്ളവരോട് കരുണ കാണിക്കുകയും
ഉള്ളിൽ എപ്പോഴും കൃതജ്ഞത നിലനിർത്തുകയും ചെയ്യുക എന്നതാണ് ഒരു ഭക്തൻ എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു ഭക്ത എന്ന രീതിയിൽ ആ മാതൃപാദങ്ങളിൽ അർപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച പുഷ്പാഞ്ജലി. അമ്മയുടെ ചൈതന്യത്തിൽ വിശ്വസിച്ച് മുൻപോട്ട് പോകുമ്പോൾ ജീവിതം ആനന്ദമയമായ ഒരു തീർത്ഥാടനമായി മാറുന്നു. അമ്മയുടെ പാദങ്ങളിൽ ഈ ചെറിയ ഉപഹാരം സമർപ്പിക്കുന്നു. ഇത് കേൾക്കുന്ന എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹമുണ്ടാവട്ടെ, അനുഗ്രഹ വർഷമുണ്ടാവട്ടെ. നന്ദി, നന്ദി, നന്ദി. എല്ലാവരെയും അമ്മ അനുഗ്രഹിക്കട്ടെ. ചരണം ശരണം രമാംബികേ, ചരണം ശരണം ത്രയംബകേ. ജയ് മാതാ.